ഇന്നലെ പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് ആ വാർത്തയും പോസ്റ്റും പുറത്തു വരുന്നത്. നമ്മളൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ, നീണ്ട 12 വർഷത്തെ മൗനത്തിന് ശേഷം, അല്ലെങ്കിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ജീത വീണ്ടും സ്വന്തം ഫോൺ വെച്ച് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അതിനിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം വലുത് ഒന്ന് തന്നെയാണ്. ഇത്രയും കാലം വാർത്താ സമ്മേളനങ്ങൾക്കോ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കോ മുന്നിൽ വരാത്ത ആളാണ് ഇപ്പോൾ അർദ്ധരാത്രിയിൽ ഉറക്കം കെട്ട് ജനങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോഴാണ് ഈ അടിയന്തര നീക്കം. വീഡിയോയിൽ എന്താണ് ജി പറയുന്നത്? പരീക്ഷാ പേപ്പർ ചോർച്ചയും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഭയങ്കരമായി വേദനിപ്പിച്ചു എന്നൊക്കെയാണ് ജി വന്നിരുന്ന് പറയുന്നത്. കഴിഞ്ഞ 2.5 മാസമായി നമ്മൾ ഒരുപാട് തിരുത്തൽ നടപടികൾ എടുത്തിട്ടുണ്ട്. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ 1 വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വളരെ പെട്ടെന്ന് റീ എക്സാം നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ജിയുടെ അവകാശവാദം. പോരാത്തതിന് ചോദ്യപേപ്പർ ചോർന്നവർക്കെതിരെ കടുത്ത ശിക്ഷയും ഫാസ്റ്റ് ട്രാക്ക് കോടതികളും കൊണ്ടുവരാൻ പുതിയ നിയമനിർമ്മാണം നടത്താൻ പോവുകയാണെന്നും പറയുന്നു. കേട്ടാൽ തോന്നും വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചുവെന്ന്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഇത്രയും കാലം ഇല്ലാത്ത ഒരു വിഷമം ജിക്ക് ഇപ്പോൾ പെട്ടെന്ന് വരാൻ കാരണം എന്താണ്? സംഗതി വളരെ സിമ്പിളാണ്. കാര്യം കയ്യിന്ന് പോയി, ഭരണം തന്നെ താഴെ പോകും, അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടക്കമുള്ളവർക്ക് രാജിവെച്ച് ഇറങ്ങേണ്ടി വരും എന്ന അവസ്ഥ വന്നപ്പോഴാണ് ജിക്കും സംഘത്തിനും ഈ ഉറക്കമില്ലായ്മ വന്നിരിക്കുന്നത്. ഇത്രയും കാലം വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഫോർവേഡുകൾ കൊണ്ടും ഫേസ്ബുക്കിലെ പ്രചാരണങ്ങൾ കൊണ്ടും ഗോദി മീഡിയകളുടെ വ്യാജ വാർത്തകൾ കൊണ്ടും ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ടു പോകാമെന്ന് വിചാരിച്ച ഭരണാധികാരികൾക്ക് ഇത്തവണ തെറ്റി. കാരണം എന്താണെന്നാൽ, ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ജെൻസി പിള്ളേരാണ്. ഈ പുതിയ തലമുറയ്ക്ക് ഇൻസ്റ്റഗ്രാമും സ്നാപ്ചാറ്റും സോഷ്യൽ മീഡിയയും കൃത്യമായി ഉപയോഗിക്കാൻ അറിയാം. വാട്സപ്പിൽ വരുന്ന വ്യാജ കഥകൾ വിശ്വസിക്കാൻ അവർ തയ്യാറല്ല. CJP പ്രൊട്ടസ്റ്റിന്റെ കാര്യത്തിൽ സർക്കാർ വിചാരിച്ചത് പിള്ളേരൊക്കെ 4 ദിവസം സമരം കിടന്ന് മടുക്കുമ്പോൾ അങ്ങ് പോകുമെന്നാണ്. പക്ഷേ സമരം ചെയ്ത വിദ്യാർത്ഥികൾ പാർലമെന്റ് സമ്മേളനം വരുന്നത് വരെ ക്ഷമയോടെ കാത്തിരുന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളും വിദ്യാർത്ഥികളുമാണ് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയത്. എന്നാൽ ഈ സമരത്തെയും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെയും പ്രതിരോധിക്കാൻ മറുവശത്ത് എന്തൊക്കെ ആഖ്യാനങ്ങളാണ് പടച്ചുവിടുന്നത് എന്ന് നോക്കൂ. സമരത്തിന് അനുകൂലമായി റീലുകളോ വീഡിയോകളോ ഇട്ടാൽ യൂട്യൂബർമാർക്കും വ്ളോഗർമാർക്കും 65,000 രൂപ വരെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഇമെയിലുകൾ വരുന്നുണ്ടെന്ന് കാണിച്ച് ആസാദ് സിംഗ് എന്ന വ്ളോഗർ ഇമെയിൽ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരിക്കുന്നു. ഇതിനു പിന്നിൽ വിദേശ ഫണ്ടും ടൂൾ കിറ്റുകളുമാണെന്നും ഷഹീൻ ബാഗ് അക്രമികളും കർഷക സമരക്കാർ പോലെയുള്ളവരുമാണ് ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നതുമെന്നുമാണ് ചിലർ പ്രചരിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത്. നോക്കൂ, വിദ്യാർത്ഥികളുടെ ന്യായമായ ചോദ്യങ്ങളെ വകവെച്ച് കൊടുക്കാതെ അതിനെ വഴിതിരിച്ചു വിടാൻ PR പ്രചാരണം എന്നും കലാപമെന്നും മുദ്രകുത്താനാണ് ശ്രമം നടക്കുന്നത്. അവരെ അടിച്ചമർത്താൻ പോലീസിനെയും പാർട്ടിയുടെ ഗുണ്ടകളെയും ഇറക്കി അക്രമം അഴിച്ചുവിട്ടു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, നേരിട്ട് ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണയുമായി കളത്തിലിറങ്ങിയത്. ഇതോടെ സർക്കാരിന്റെ പ്ലാനുകൾ പൂർണ്ണമായും പൊളിഞ്ഞു. പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്താൽ പ്രതിപക്ഷം സർക്കാരിനെ ചുവരിലൊട്ടിക്കും എന്ന് ഉറപ്പായതുകൊണ്ടാണ് ചർച്ച ഒഴിവാക്കാൻ കളികൾ കളിച്ചത്. ഒടുവിൽ ഡാമേജ് കൺട്രോളിന്റെ ഭാഗമായിട്ടാണ് പാതിരാത്രിയിൽ ജി ഇങ്ങനെയൊരു ക്ലിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി സൈബർ ഗ്രൂപ്പുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തിയില്ലേ, റിസൾട്ട് പ്രഖ്യാപിച്ചില്ലേ, പിന്നെ എന്താണ് പ്രശ്നം എന്ന്. അവരോടൊക്കെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: പരീക്ഷ വീണ്ടും നടത്തി എന്ന് പറഞ്ഞ് കൈ കഴുകാൻ വരരുത്. ഈ പേപ്പർ ചോർച്ചയും മാനസിക സമ്മർദ്ദവും കാരണം 23ഓളം പാവം വിദ്യാർത്ഥികളാണ് മനംനൊന്ത് ജീവനൊടുക്കിയത്. അവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് എന്താണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? പരീക്ഷ നടത്താൻ ഏൽപ്പിച്ച ഏജൻസി മുതൽ റിവാലുവേഷൻ വരെ സകല മേഖലയിലും അഴിമതിയും ക്രമക്കേടുമാണ് ഇപ്പോൾ നടക്കുന്നത്. AI മോഡലുകളിൽ വന്ന അപാകതകൾ CBSE വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒരാൾ കൊടുത്ത റിവാലുവേഷൻ പേപ്പർ വേറെ ഏതോ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന അവസ്ഥ.
കഴിഞ്ഞ 5-10 വർഷത്തിനിടയിൽ 150-ലധികം ചോദ്യപേപ്പറുകളാണ് രാജ്യത്ത് ചോർന്നത്. അപ്പോഴൊന്നും മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ സമരം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതിയും ബില്ലും പ്രഖ്യാപിച്ചാൽ വിദ്യാർത്ഥികൾ വിശ്വസിക്കണം എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ധർമ്മേന്ദ്ര പ്രധാനെ പോലെയുള്ളവരുടെ രാജി ആവശ്യപ്പെടുമ്പോൾ തടിതപ്പാൻ നാടകം കളിക്കുകയാണ്. റോഡിലിട്ട് പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചപ്പോൾ ഉണ്ടായ മുറിവ് അവരുടെ മനസ്സിലുണ്ട്. നാളെ വോട്ട് കുത്തുമ്പോൾ അവർ ഇതിന് കൃത്യമായ മറുപടി തരും. സമരമുഖത്ത് നിന്നും മാധ്യമങ്ങളെ വിദ്യാർത്ഥികൾ ആട്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ സേവിക്കേണ്ട വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്ന ഭരണാധികാരികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പാതിരാത്രിയിലെ ഈ പ്രസംഗം കൊണ്ടോ വാഗ്ദാനങ്ങൾ കൊണ്ടോ ഈ പ്രതിഷേധം അവസാനിക്കാൻ പോകുന്നില്ല. ഇനി എത്ര നാടകം കളിച്ചാലും സത്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. സമരവുമായി ബന്ധപ്പെട്ട അടുത്ത അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.